ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. സലാർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യ പ്രതികരണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, നിങ്ങൾ സിനിമ കാണാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ ധൈര്യമായി പോയി കാണാം. കാരണം അമ്മാതിരി കിടുക്കാച്ചി ഒരു ഐറ്റമാണ്. പലരും ഇതിനെ ഇപ്പോൾ ഡീഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട്. നമുക്കറിയാം, ഒരു മലയാള സിനിമയോട് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ആ ടൈപ്പിൽ ഡീഗ്രേഡ് ചെയ്യും. അത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സലാർ എന്ന സിനിമ പ്രശാന്ത് നീൽ ചിത്രമാണ്. ഒരു KGF സിനിമ ആയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അതിനെ താരതമ്യം ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടും. അതല്ല, മറ്റൊരു സിനിമയാണ് കാണാൻ പോകുന്നതെങ്കിൽ കിടുക്കൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിനിമ. കാരണം ഈ സിനിമ കാണാൻ പോകുന്നവർ ഫാമിലി ആയിട്ട് പോയി അല്ലെങ്കിൽ ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റ് കാണാൻ പോകുന്നവരല്ല. അവരൊരു മാസ് ഓറിയൻറ്റഡ് എലിമെൻറ്റ് കാണാൻ പോകുന്നവരാണെങ്കിൽ അവരെ 100% തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രഭാസ് നിറഞ്ഞാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡയലോഗുകളൊക്കെ വളരെ കുറുക്കി കാച്ചിയുള്ള വളരെ കുറച്ച് ഡയലോഗുകൾ മാത്രം. പിന്നീട് ആകെ ഒരു നെഗറ്റീവ് പറയാനുള്ളത് KGFുമായിട്ടുള്ള ഒരു താരതമ്യം മാത്രമാണ്. പൃഥ്വിരാജും മികച്ച രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വരുന്നു പൃഥ്വിരാജിനെ കാണാൻ. ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇച്ചിരി ബോറിംഗ് ആയിട്ടുണ്ടാവാം. പക്ഷേ ബാക്കിയുള്ള നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പൃഥ്വിരാജൊന്നും ഒന്നുമല്ല. അവർ പ്രഭാസനെ തന്നെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. ആ ഒരു മോഡിൽ മലയാളികൾക്കുണ്ടാകുന്ന ഒരു നിരാശയ്ക്കൊഴികെ ബാക്കി ഒന്നും തന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ല. എന്തായാലും നേര് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ വലിയ രീതിയിലുള്ള കനത്ത ഡീഗ്രേഡിങ് തന്നെയാണ് ഈ സിനിമയ്ക്ക് നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. സിനിമ കണ്ടിറങ്ങുന്നവർ നല്ല ഒരു അഭിപ്രായം പറയുമ്പോൾ, അതായത് പ്രശാന്ത് നീലിൻ്റെ സിനിമ തന്നെയാണ് ഇതിപ്പോൾ. പൃഥ്വിരാജ് ഉണ്ടോ അല്ലെങ്കിൽ മമ്മൂട്ടി ഉണ്ടോ മോഹൻലാൽ ഉണ്ടോ ഒന്നും ആരും നോക്കില്ല. കാരണം പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ ആ റേഞ്ചിലാണ് സിനിമകൾ ചെയ്യുന്നത്. KGF എന്നൊരു ഒറ്റ പടം മതി അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആരെ കിട്ടിയാലും അദ്ദേഹം ആ റേഞ്ചിൽ എത്തിക്കുന്ന, ഇതും ആ റേഞ്ചിൽ തന്നെയാണ്. പ്രഭാസിൻ്റെ വലിയൊരു തിരിച്ചുവരവ് എന്ന് തന്നെ നമുക്ക് പറയാം. ഗംഭീരമായിട്ടുള്ള അതിൽ ഓരോ സീക്വൻസും നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുത്തുന്നതാണ്. പിന്നീട് നമുക്കറിയാം, ഇത് വേറെ ഭാഷയിൽ നിന്ന് വരുന്ന സിനിമയാണ്. അതും അങ്ങനെയുള്ള സിനിമകൾ തന്നെയല്ലേ ഇവിടെ കണ്ടിട്ടുള്ള ആളുകൾ. അല്ലാതെ ഇവിടെ വരുന്ന മലയാള സിനിമയുടെ രീതിയിലുള്ള സിനിമകളൊന്നും അല്ല ആരും കണ്ടിട്ടില്ല. അമ്മാപ്പാസം, തങ്കച്ചിപ്പാസം, ഇങ്ങനെയുള്ള പല പല പാസങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു എലിമെൻറ്റ് ഇതിനകത്തിൽ കണ്ട് ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ കഥയെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ സെക്കൻഡ് ഹാഫ് തികച്ചും ലൈവായി വേറെ റേഞ്ചിലേക്ക് കൊണ്ടുപോകുന്നു. സെക്കൻഡ് പാർട്ട് ഉറപ്പിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ കഥയും കാര്യങ്ങളുടെയും ഒന്നും നമ്മൾ കാര്യങ്ങളായിട്ട് പോകുന്നില്ല. ആര് വില്ലൻ, എന്ത് വില്ലൻ, ഇതൊക്കെ കണ്ട ആളുകൾക്ക് അറിയാവുന്നതാണ്. അപ്പം അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, കാണാൻ പോകുന്നവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളത്. എന്തായാലും സലാർ കൊടുങ്കാറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേറെ ഒരു രക്ഷയുമില്ല. സലാറിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കുക വേറെ സിനിമകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നത്തെ ആ ഒരു പ്രതികരണം അത് തന്നെയാണ്. അപ്പോൾ സലാർ കണ്ടിട്ട് ഇറങ്ങിയവരാണെങ്കിൽ തീർച്ചയായും കമൻസ് ഇടാം. അതല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന നെഗറ്റീവ് കമൻസ് കാണാൻ പോകാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോകാം. നല്ല ഒരു സിനിമ തന്നെയാണ്. കാരണം ആ മോഡ് ഓഫ് മൂവി ഇഷ്ടപ്പെടുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.